എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഡു നോട്ട് ജസ്റ്റ് ഹോപ്പ്, ക്രിയേറ്റ് ദ ഫ്യൂച്ചർ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത രീതിയിൽ തടസ്സങ്ങൾ നമുക്ക് നേരിടേക്കാം. അപ്പം ആ ബുദ്ധിമുട്ടുകളിൽ തടസ്സങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും അതിൽ നിന്നും പുറത്തു വരാനായിട്ടുള്ള ആദ്യത്തെ ഒരു കാര്യം വേണ്ടതെന്ന് വെച്ചാൽ നമുക്കിത് കരകയറാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഈ ഒരു തടസ്സം നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും എന്നുള്ള വിശ്വാസമാണ് ഹോപ്പ്, പ്രതീക്ഷ. പക്ഷെ ആ പ്രതീക്ഷ കൊണ്ട് മാത്രം കാര്യമുണ്ടോ എന്നുവെച്ചാൽ ഇതെല്ലാം ശരിയാകും ശരിയാകും എന്ന് നമ്മൾ മനസ്സിനോട് പറയുന്നു, പലവട്ടം പറയുന്നു. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെ അതൊരു തുടക്കം മാത്രമാണ്. അത് പറയുന്നതോടൊപ്പം തന്നെ അതിൽ നിന്നും തരണം ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും അടുത്തത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ചിന്തിച്ച് ആ ഒരു രീതിയിൽ നമ്മൾ പ്രവർത്തിക്കേണ്ടി വരും. അത് പലപ്പോഴും ആളുകൾക്ക് പറ്റാറില്ല എന്നുള്ളതാണ് വസ്തുത. എന്നുവെച്ചാൽ നമ്മുടെ മനസ്സുകൊണ്ടത് നമ്മൾ ഇങ്ങനെ എപ്പോഴും നമ്മൾ ഉരുവിട്ട് പറഞ്ഞാൽ മാത്രം മതിയാവുന്നില്ല. അതിന് വേണ്ട കാര്യങ്ങൾ നമ്മുടെ കർമ്മം കൂടെ നമ്മൾ ചെയ്യേണ്ടി വരും എന്നുള്ളൊരു പോയിന്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും പ്രതീക്ഷയും വേണം, അതേപോലെ തന്നെ അതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനവും വേണം. ഇനി ആ ഒരു രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചിട്ടും ആ ഒരു എന്താ പറയുന്ന റിസൾട്ട് നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അടുത്തത് എന്താണെന്നുള്ളത് നോക്കുക. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം പറയുന്നത് ശരിക്കും ചാണക്യൻ്റെ ജീവിത കഥ തന്നെയാണ്. ചാണക്യൻ അന്നത്തെ കാലത്ത് പല നമുക്കറിയാം, ഭാരതം ശരിക്കും പറഞ്ഞാൽ അന്ന് പല പല നാട്ടുരാജാക്കന്മാർ ഭരിച്ചിരുന്ന ഒരു വലിയൊരു രാജ്യമാണ്. പക്ഷെ അത് ഒന്നിച്ച് ആയിരുന്നില്ല, യുണൈറ്റഡ് ആയിരുന്നില്ല. അപ്പം അങ്ങനെ ഒരു രാജ്യം വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ചാണക്യൻ എത്രയോ വർഷം മുമ്പ് ശ്രമിച്ചിരുന്നത്. അതൊരു പരിധി വരെ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു. പക്ഷെ അദ്ദേഹത്തിൻ്റെ കാലത്തിന് ശേഷം പിന്നെയും കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കുന്നത് എന്താണോ, നമ്മുടെ ലക്ഷ്യം എന്താണോ, അതിലേക്ക് എത്താനായിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ആ യാത്രയിൽ നമുക്ക് ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടേക്കാം. അപ്പോൾ ആ തടസ്സങ്ങൾ വരുമ്പോൾ അതിൽ വീണു പോകാതെ അതിൽ നിന്നും കരകയറാനായിട്ട് പറ്റും എന്നുള്ള പ്രതീക്ഷയും അതോട് അനുബന്ധിച്ചുള്ള പ്രവർത്തനം കൂടെ ചേരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിച്ചതിനപ്പുറത്തുള്ള ലക്ഷ്യത്തിലേക്ക് നമുക്ക് തീർച്ചയായിട്ടും എത്താനായിട്ട് സാധിക്കും. ഒരു നേതാവിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു കഴിവ് വേണ്ടത് ഇത് തന്നെയാണ്. ഒരു കാരണവശാലും പ്രതീക്ഷ കൈവിടരുത്. കാരണം ആ നേതാവിൽ പ്രതീക്ഷ അർപ്പിച്ച് കഴിയുന്ന ധാരാളം ആളുകളുണ്ടാകാം. പ്രതീക്ഷ ഒരിക്കലും കൈവിടരുത്. അതോടൊപ്പം തന്നെ ഏത് രീതിയിൽ പ്രവർത്തിക്കണം എന്നുള്ള തീരുമാനമെടുത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് അതിലേക്ക് കടന്നു ചെല്ലാനുള്ള ഒരു ധൈര്യവും നമുക്ക് വേണം. അപ്പോൾ ഈ രീതിയിൽ പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് നീങ്ങാനുള്ള ഒരു പ്രവണത നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ നമ്മളെ ആശ്രയിച്ചിരിക്കുന്ന ആളുകളെ നമുക്ക് തീർച്ചയായിട്ടും നല്ല വഴിക്ക് തന്നെ നേർവഴിക്ക് നടത്താനായിട്ടും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.